തൃശൂർ നാട്ടികയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹന അപകടത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിച്ച ക്ലീനർ, അതോടൊപ്പം ലോറി ഡ്രൈവർ എന്നിവരെയാണ് പിടികൂടിയത്. വാഹനം ഓടിച്ച ക്ലീനർ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടമുണ്ടായത്. ഇതിൽ 5 പേർ മരിച്ചിരുന്നു. പരിക്കേറ്റ 3 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ആനന്ദ് പുതൂർ നമ്മളോടൊപ്പം ചേരുന്നു. ആനന്ദ്, എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു? പോലീസ് ഇതേക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ നിലയെക്കുറിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് എന്തൊക്കെ? എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകട സ്ഥലത്താണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് നമുക്ക് ഏതാണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലേക്ക് ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് ഇത് ഈ കാണുന്നതാണ് ഈ പാത. ഈ പാതയിൽ ഇപ്പോൾ ആ ഹോളോ ബ്രിക്സ് രീതിയിലുള്ള ബാരിക്കേഡുകൾ വെച്ച് കെട്ടിയടച്ചിരിക്കുന്ന ഒരു പ്രദേശമാണിത്. അവിടെ നിന്നാണ് വാഹനങ്ങൾ, അതായത് ഈ ഹോളോ ബ്രിക്സിന് പിൻവശത്ത് നിന്നാണ് വാഹനങ്ങൾ ഇത്തരത്തിൽ ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചയോട് കൂടി തന്നെ ഏതാണ്ട് 4 മണിയോട് കൂടി ഇത്തരത്തിൽ ഈ തടി കയറിയ ഈ ലോറി ഈ പ്രദേശത്തേക്ക് എത്തുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഈ ദൃശ്യത്തിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ വളഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് ഇവിടുത്തെ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയപാതയിൽ പണി നടക്കുകയാണ്. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അവിടെ ഉണ്ട്. അതെല്ലാം നമ്മൾ ദൃശ്യത്തിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും മുന്നറിയിപ്പുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ വാഹനങ്ങൾ വന്ന് തിരിയേണ്ട ഒരു പ്രദേശമാണിത്. പക്ഷേ ഇന്നലെ, അതായത് ഇന്ന് പുലർച്ചെ സംഭവിച്ചു ഈ വാഹനം ഈ തിരിയുന്നതിന് പകരം നേരെ ഈ ബാരിക്കേഡുകൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യത്തിൽ നിന്ന് കാണുന്ന ഈ ബാരിക്കേഡുകളടക്കം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ഈ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് നേരെ ഈ നാടോടികൾ, ആളുകൾ കിടന്നുറങ്ങുന്ന ഈ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് ഈ പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്താണ് ഈ 11ഓളം വരുന്ന സംഘത്തിലെ ആളുകൾ കിടന്നുറങ്ങിയിരുന്നത്. ഇവരുടെ ദേഹത്തേക്കാണ് ഇത്തരത്തിൽ പാഞ്ഞ് കയറിയത്. അപ്പോൾ സ്വാഭാവികമായും കൃത്യമായിട്ടുള്ള ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു വീഴ്ച തന്നെയാണ് ഈ ഡ്രൈവറുടെയും ക്ലീനറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് കളക്ടറും നേരത്തെ സൂചിപ്പിച്ചത്. അതായത് റോഡുമായി ആ തലത്തിൽ അടുത്ത ഒരു ബന്ധമില്ലാത്ത ഒരു പ്രദേശമാണ്. അതായത് റോഡുമായി നേരെ ബന്ധമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കൃത്യമായിട്ടുള്ള ബാരിക്കേഡുകൾ വെച്ച് മറച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൃത്യമായി ചെയ്തിട്ട് പോലും ഈ ഒരു സംഘം, അതായത് ഈ ഡ്രൈവറും ക്ലീനറും അടങ്ങുന്ന ഈ ഒരു സംഘം അവരുടെ അലംഭാവത്തിന്റെ ഏക കാരണം മൂലം തന്നെയാണ് ഏതാണ്ട് 5 പേരുടെ ജീവൻ ഇന്നലെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെയോട് കൂടി തന്നെ കൂടുതൽ ആളുകൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മരിച്ചവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ഗോവിന്ദാപുരം സ്വദേശികളാണ് മരിച്ചത്. അവരുടെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം കൈമാറാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അല്പസമയം മുമ്പ് കമ്മീഷണർ ആർ ഇളങ്കോ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, അതായത് മദ്യപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിച്ചിട്ടുള്ള മെഡിക്കൽ പരിശോധന അടക്കം ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരം. അപ്പോൾ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള നോൺ ബെയിലബിൾ വകുപ്പുകൾ തന്നെയാണ് ചേർത്തിട്ടുള്ളത് എന്നാണ്, ആദ്യഘട്ടത്തിൽ ചേർത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി ഏതൊക്കെ നടപടികൾ എടുക്കണം എന്നിവരുമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കും. അല്പം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമെന്ന് തന്നെയാണ് കമ്മീഷണർ അല്പസമയം മുമ്പ് ഇവിടെ ഒന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സ്ഥലത്ത് MLA-യും കമ്മീഷണറും കളക്ടറും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നാടിനെ നടുക്കുന്ന വളരെ വലിയൊരു അപകടം തന്നെയാണ് നടന്നത്. 3 പേർ ഇപ്പോഴും, പ്രത്യേകിച്ച് ഈ മരിച്ച സംഘത്തിൽ കുട്ടികളടക്കമുണ്ട് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ 5 പേരാണ് മരിച്ചത്. 50 വയസ്സുള്ള കാളിയപ്പൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, പിന്നെ 2 കുട്ടികളാണ്. 4 വയസ്സുള്ള ജീവൻ, 1 വയസ്സുള്ള വിശ്വ എന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ഈ 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘത്തിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ഗോവിന്ദാപുരം സ്വദേശികളായ 29 വയസ്സുള്ള ചിത്ര, 38 വയസ്സുള്ള ദേവേന്ദ്രൻ, 28 വയസ്സുള്ള ജാൻസി, 24 വയസ്സുള്ള വിജയ്, 26 വയസ്സുള്ള രമേശ്, അതുപോലെ തന്നെ 6 വയസ്സുള്ള ശിവാനി എന്നിവർ ഇപ്പോഴും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ വാഹനം ഇടിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഈ ഒരു സംഘം, അതായത് ഈ ഡ്രൈവറും ക്ലീനറും അടങ്ങുന്ന ഈ ഒരു സംഘം ഈ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ഇവരെ ഇത്തരത്തിൽ ദേശീയപാതയിൽ നിന്ന് പിന്തുടർന്നുകൊണ്ട് തടഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയായിട്ടുള്ള ക്ലീനറാണ് അലക്സ് എന്നാണ് അയാളുടെ പേര്. കണ്ണൂർ സ്വദേശി ഡ്രൈവറായിട്ടുള്ള ജോസ്, ഈ 2 പേരെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ആ വാഹനവും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മെഡിക്കൽ
പരിശോധന അടക്കം ആ കാര്യം വ്യക്തമായതായി തന്നെയാണ് അല്പസമയം മുമ്പ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. ഈ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഈ തടി കയറ്റിയ ലോറിയാണ് ഇത്തരത്തിൽ ഈ ആളുകൾ ഉറങ്ങിക്കിടക്കുന്നതിടയിലേക്ക് ഇടിച്ചു കയറിയത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്, ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ കിടന്നുറങ്ങുന്നവരോട് അവിടുന്ന് മാറണമെന്ന് പോലീസ് ഈ തൊട്ടടുത്തുള്ള പോലീസ് 2 ദിവസം മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഈ സംഘത്തിനോടാണോ അതോ മറ്റേതെങ്കിലും സംഘത്തിനോടാണോ എന്നുള്ള കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് അല്പസമയത്തിന് മുമ്പ് ശേഷം മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും ഈ പരിക്കേറ്റവർ ഇപ്പോഴും 2 പേർ അതീവ ഗുരുതര നിലയിൽ ചികിത്സയിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. 3 പേർ തൽക്ഷണം ഈ ലോറി കയറിയ തൽക്ഷണം മരിക്കുകയും 2 പേർ ഈ അത്തരത്തിലുള്ള ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യമാണ് മരിച്ചത്. എന്നാലും നാടിനെ നടുക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിന് തന്നെയാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് നാട്ടിക സാക്ഷിയായത്. അനു, ആനന്ദ്, ഈ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു എന്ന വൈദ്യപരിശോധന തെളിയിക്കുന്നു. പോലീസും അത് തന്നെയാണ് തുടക്കം മുതലേ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്ലീനറായിരുന്നു ഈ അപകടമുണ്ടായപ്പോൾ വണ്ടി ഓടിച്ചിരുന്നത്. ഇയാൾക്ക് ലൈസൻസും ഉണ്ടായിരുന്നില്ല, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും അദ്ദേഹം കമ്മീഷണർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവർ 2 പേരെയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ക്ലീനറാണ് വണ്ടി ഓടിച്ചത്. ഈ ഡ്രൈവർ മദ്യലഹരി കാരണം ഈ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഈ ക്ലീനർ വാഹനം ഓടിച്ചത്. ഈ ക്ലീനർക്കാണെങ്കിൽ ഇത്തരത്തിൽ ലൈസൻസും ഇല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള നിയമ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തികൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയരുന്നത്, ഇത്രയും കിലോമീറ്റർ ഈ കൊച്ചിയിൽ നിന്ന് ഇതുവരെ വാഹനം ഓടിച്ചു വരുന്നപ്പോൾ വഴിയിലൊന്നും ഇത്തരത്തിൽ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപമായി തന്നെ ഇവിടുത്തെ നാട്ടുകാരും മറ്റ് പൊതു പ്രവർത്തകരും എല്ലാം ഉയർത്തുന്നുണ്ട്. എന്തായാലും കമ്മീഷണറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ മികച്ച ഒരു ഉത്തരം തന്നെയാണ്. അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ജില്ലയിൽ അപകടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി എന്തായാലും രാത്രി പരിശോധനകൾ കർശനമാണ്. അത് കൂടുതൽ ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ കർശനമാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഡ്രൈവറുടെയും ക്ലീനറുടെയും അലംഭാവം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള അതീവ ദാരുണമായിട്ടുള്ള ഒരു ദുരന്തം വരുത്തി വെച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരു കാരണവശാലും ഇവിടേക്ക് ഇത്തരത്തിലുള്ള എല്ലാ ബാരിക്കേഡുകളും വെച്ച് അടച്ചു വെച്ചിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇത്തരത്തിൽ നേരെ പാഞ്ഞു കയറിക്കൊണ്ട് ഈ പണി നടക്കുന്ന ഈ ഇടത്തേക്ക് ഈ ലോറി ഇടിച്ചു കയറിയത്. ഒരു കാരണവശാലും സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. പക്ഷെ ഈ മദ്യലഹരി തന്നെയാണ് ഈ ഒരു ദാരുണ സംഭവം നടക്കുന്നതിന് പ്രധാനപ്പെട്ട ഹേതു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്തായാലും ഈ കൂടുതൽ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ചികിത്സയിൽ കഴിയുന്നവരുടെ നില അതീവ ഗുരുതരമായി തന്നെ. സ്വാഭാവികം. മാനദണ്ഡമൊന്നുകൂടി, കണ്ണൂർ ഭാഗത്ത് നിന്നുള്ള ആണ് ഈ ലോറി എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. കണ്ണൂരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ലോറിയാണോ? തീർച്ചയായിട്ടും അതിന്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കണ്ണൂർ ഭാഗത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നത് വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുന്നത്. നേരത്തെ ഇവിടുത്തെ ജനപ്രതിനിധി അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് അപകട സാധ്യതകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ ഇനി വരുന്ന ഒരു ഘട്ടത്തിലെങ്കിലും എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നാട്ടുകാരെല്ലാം ഈ പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഈ ദൃക്സാക്ഷികളാണ്, അതായത് ഈ നാട്ടുകാരായിട്ടുള്ള ദൃക്സാക്ഷികളാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം പോലീസിനെ അറിയിക്കുന്നതും ഇവരെ, അതായത് ഈ ഡ്രൈവറെയും ക്ലീനറെയും വാഹനം വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് പിടികൂടി ഇവരെ പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം ചെയ്തത്. കാരണം ഈ വാഹനം കയറി, അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ ദേഹത്തേക്ക് വാഹനം കയറി എന്ന് ഉറപ്പായതോടുകൂടി തന്നെ ഇവർ ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും വാഹനം നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാലും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യം, ഇവിടെയാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു അപകടം നടന്നത്. 11ഓളം വരുന്ന സംഘം, നാടോടി സംഘം കിടന്നുറങ്ങിയിരുന്നത് ഈ സ്ഥലത്താണ്. ഇവിടേക്കാണ് ഈ ലോറി തടികയറ്റി കൊച്ചിയിൽ നിന്ന് എത്തിയിട്ടുള്ള ഈ ലോറി പാഞ്ഞു കയറി 5 പേരുടെ മരണത്തിന് കാരണമായത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും, അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 5 പേർ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു കൊച്ചുകുട്ടിയുണ്ട്. മരിച്ച ആളുകളിൽ 1 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. MVയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് കളക്ടർ ഈ പ്രദേശത്തെത്തിയിരുന്നു, കമ്മീഷണർ എത്തിയിരുന്നു. അത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘമെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരി ആനന്ദ്.
സംഭവ സ്ഥലത്ത് നിന്നാണ് ആനന്ദ് പുത്തൂരി തത്സമയ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതുമേലുള്ള കൂടുതൽ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റു വിവരങ്ങൾ അറിയാൻ കഴിയൂ. എന്തായാലും ക്ലീനറും ഡ്രൈവറും അറസ്റ്റിലായിട്ടുണ്ട്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ക്ലീനർക്ക് ലൈസൻസും ഉണ്ടായിരുന്നില്ല.